മഴ തോരും മുംബൈയിൽ അലീനയെ സ്റ്റാലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ബാലചന്ദ്രൻ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, നമുക്ക് മഴ തോരും മുംബൈയിൽ കാണാനായിട്ട് കഴിയുന്നത് ഒരു അട്ടിമറി തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ സ്റ്റാലിൻ നിരപരാധിയാണെന്ന് ബാലചന്ദ്രൻ തിരിച്ചറിയുന്ന മുഹൂർത്തമാണ് കാണാനായിട്ട് കഴിയുക. അതായത് വൈജയന്തിയും കുടുംബവും നമ്മുടെ സ്റ്റാലിനോട് അവർക്കൊരു കുഞ്ഞു ജനിച്ച കഥ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് ബാലചന്ദ്രൻ തിരിച്ചറിയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഓരോരോ കഥകൾ പരസ്പരം പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ബാലചന്ദ്രൻ ആരാണെന്ന് കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ, വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, നമ്മുടെ സ്റ്റാലിൻ മനസ്സ് തുറന്ന് അവർക്കിടയിൽ സംഭവിച്ചതെല്ലാം പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം നമ്മുടെ സ്റ്റാലിൻ പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്ത് വലിയ തെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ വൈജയെ വിവാഹം കഴിക്കാനും സ്വന്തമാക്കാനും അതിയായി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവളുടെ ബന്ധുക്കളും അച്ഛനും അമ്മയും കൂടി ചേർന്ന് തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. തന്നെ ഒന്നുമല്ലാതാക്കി കളഞ്ഞു അവർ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രന് കാര്യത്തിൻ്റെ കിടപ്പ് മനസ്സിലാകുന്നുണ്ട്. ഇതേ സമയം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനായിട്ടാണ് വന്നത്. ഇപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന്. അപ്പോൾ വൈജയന്തിയും കുടുംബക്കാരുമാണ് യഥാർത്ഥ തെറ്റുകാരല്ലേ എന്ന് ചോദിക്കുന്നു. അതെ, തീർച്ചയായും അവരെന്നെ ഉപദ്രവിച്ചില്ലായിരുന്നെങ്കിൽ, ദ്രോഹിച്ചില്ലായിരുന്നെങ്കിൽ, വൈജയന്തിൽ നിന്നും തട്ടിപ്പറിച്ചില്ലായിരുന്നെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയുന്നത് കാണാം. അപ്പോൾ കുഞ്ഞ് ജനിച്ച കാര്യം നിങ്ങൾക്കറിയില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഇല്ല എന്ന് നമ്മുടെ സ്റ്റാലിൻ പറയുകയാണ്. ഇതേ സമയം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും 1-2 ദിവസം ഞാനിവിടെ തന്നെ ഉണ്ടാകും. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുണ്ട്. നിങ്ങൾ ഇന്ന് എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. നാളെ ഞാൻ വീണ്ടും വരാമെന്ന് ബാലചന്ദ്രൻ പറയുന്നത് കാണാൻ സാധിക്കും. അതെന്താണെന്ന് വിചാരിച്ചാൽ, എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. ഇവിടെയാണെങ്കിൽ ഗോവർദ്ധനാണെങ്കിൽ ഇത് ആരായിരിക്കും, ബാലേട്ടൻ എന്തിനാണ് അയാളോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ച് അകത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ കാറിൽ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എന്ന് കാണാം. അങ്ങനെ ബാലേന്ദ്രൻ സ്റ്റാലിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതേ സമയം ബാലേട്ട, നമ്മൾ തിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, 1-2 ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ തിരിക്കുന്നുള്ളൂ. നമുക്കിവിടെ റൂമിൽ സ്റ്റേ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതും കാണാൻ സാധിക്കും. അങ്ങനെ മുറിയിലെത്തി കഴിയുമ്പോൾ ഗോവർദ്ധനാണെങ്കിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് ആരാണ് ഇപ്പോൾ ബാലേട്ടൻ കണ്ടത്, ആരാണ് അത്, ആരാണ് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്ന തരത്തിലൊക്കെ ഗോവർദ്ധൻ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. ഇതേ സമയം ബാലചന്ദ്രൻ പറയാനായിട്ട് തുടങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ അതാണ് വൈജയുടെ പഴയ കാമുകൻ, അലീനയുടെ യഥാർത്ഥ അച്ഛൻ സ്റ്റാലി എന്ന് പറയുന്നു. അത് കേട്ടതും ഗോവർദ്ധനാണെങ്കിൽ ഞെട്ടിത്തരിക്കുന്നുണ്ട്. അല്ല ബാലേട്ട, നമ്മളെന്തിനാണ് ഇദ്ദേഹത്തെ കാണാനായിട്ട് വന്നത് എന്ന് ചോദിക്കുന്നു. അത് കേട്ട നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീനയെ സുരക്ഷിതമായി ആക്കാൻ ഇതിലും വലിയ സ്ഥലം വേറെ ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവൾക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് താൻ ഈ കാര്യം ചെയ്യുന്നത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗോവർദ്ധനും അത് ശരിവെക്കുന്നുണ്ട് എന്ന് കാണാം. അങ്ങനെ പിറ്റേ ദിവസമായിരിക്കുന്നു. ബാലേന്ദ്രൻ വീണ്ടും നമ്മുടെ സ്റ്റാലിനെ കാണാനായിട്ട് പോകുന്നു. ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാനായിട്ട്. അതായത് നിങ്ങൾക്കും വൈജയ്ക്കും ജനിച്ച കുഞ്ഞ് തൻ്റെ കൂടെയുണ്ടെന്നും വൈജ അവളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും
അവളെ പുറത്താക്കാൻ വേണ്ടി വൈജ നോക്കി നിൽക്കുകയാണെന്നും അലീന സ്വയം പോവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണെന്നും ആ പെൺകുട്ടിയുടെ പേര് അലീന എന്നാണെന്നും സ്റ്റാലിനോട് പറയുന്നു. അവൾ പോകുമ്പോൾ അവളെ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കണം, കൊണ്ടുചെന്നാക്കണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ കണ്ടെത്തി നിങ്ങളെ ഏൽപ്പിക്കണമെന്നാണ് ഞാൻ ആലോചിച്ചത്, വിചാരിച്ചത്. നിങ്ങൾക്കതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും സ്റ്റാലി പറയുന്നുണ്ട്, എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല. എൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, എനിക്കൊരു മകളുണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ്. അവളെ കാണാൻ എനിക്ക് കൊതിയായി പാടില്ല എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഞാൻ അലീനയുമായി തിരികെ വരും, നിങ്ങളുടെ കൈകളിൽ അവളെ ഏൽപ്പിക്കും, നിങ്ങൾ സുരക്ഷിതയായി ഭദ്രമായി അവളെ നോക്കണമെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയുന്നത് കാണാം. അങ്ങനെ ഗോവർദ്ധനും ബാലചന്ദ്രനും തിരികെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ അപ്പോഴേക്കും വൈജയന്തി വരുന്നുണ്ട്. വൈജയന്തിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അലീനയെ ചവിട്ടി പുറത്താക്കണം. ഇപ്പോൾ അലീനയും ബാലചന്ദ്രനുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ചവിട്ടി പുറത്താക്കണമെന്നുള്ള ആ ലക്ഷ്യം വൈജയന്തിയുടെ മനസ്സിലുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ അലീനയെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ആ ടൈമിൽ തന്നെയാണ് കൃത്യസമയം ബാലചന്ദ്രൻ അവിടെ എത്തുന്നത്. എൻ്റെ വീട്ടിൽ കയറി ഈ തോന്നിവാസം കാണിക്കാൻ നിനക്കാരാണ് അധികാരം തന്നത്? വീട് വിട്ട് പോയവൾ എന്തിനാണ് തിരികെ വന്നത് എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രൻ ഓരോ പ്രശ്നമുണ്ടാക്കുന്നു. ദേ ബാലചന്ദ്ര, ഇവൾ നിങ്ങളുടെ മോളൊന്നുമല്ല എന്ന് എനിക്കറിയാം. ഇവളെ മര്യാദയ്ക്ക് പറഞ്ഞു വിടുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് പറയുന്നു. അത് കേട്ടതും ഇവളെ എന്തായാലും പറഞ്ഞു വിടാനായിട്ട് പോവുകയാണ്. പറഞ്ഞ് വിട്ടതിന് ശേഷം നിനക്കുള്ള ഗിഫ്റ്റ് ഞാൻ ഉടനെ തന്നെ തരുന്നതായിരിക്കുമെന്ന് പറയുന്നു. ഒടുവിൽ ബാലചന്ദ്രൻ അലീനയെയും കൂട്ടി ഗോവർദ്ധനെയും കൊണ്ട് പോകുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. സ്റ്റാലിനെ പരിചയപ്പെടുത്തുകയും സ്റ്റാലിൻ്റെ കൈകളിൽ അലീനയെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ബാലചന്ദ്രനെ നമുക്ക് കാണാം. അച്ഛൻ തന്നെ സ്നേഹിക്കുന്നത് കണ്ട്, അതായത് അച്ഛൻ തന്നെ അക്സെപ്റ്റ് ചെയ്തത് കണ്ട് അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ മകളുള്ളത് കൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തിലാണെന്ന് കാണാം. അലീനയെ കെട്ടിപ്പിടിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. മോളെ, അച്ഛൻ അറിഞ്ഞില്ല ഇത്ര നാളായിട്ടും ഇങ്ങനെ ഒരു മോള് അച്ഛനുണ്ടെന്ന്. അതുകൊണ്ടാണ് അച്ഛൻ തേടി വരാതിരുന്നത്. ഈ അച്ഛനോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. അച്ഛൻ എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട, ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞപ്പോൾ എന്നെ അക്സെപ്റ്റ് ചെയ്തല്ലോ, അതുമാത്രം മതി എന്ന് പറയുന്നു. അങ്ങനെ ബാലചന്ദ്രനും ഗോവർദ്ധനും അലീനയെ തിരികെ നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്തു നിന്നും, അതായത് കടപ്പാട്ടൂർ വീട്ടിൽ നിന്നും അവളുടെ അച്ഛനായ സ്റ്റാലിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് തിരികെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോകുന്നൊരു കാഴ്ച അവിടുന്ന് വൈജിയുടെ നാശത്തിനുള്ള തുടക്കം കുറിക്കുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ.